ഹലോ വെൽക്കം ടു അവർ കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചാൽ നമുക്ക് കുഴക്കാതെയും പരത്താതെയും വളരെ നൈസായിട്ട് എങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ളത് ഷീറ്റ് ഉണ്ടാക്കാമെന്നുള്ള നോക്കാനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഈസി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷീറ്റും അതിൻ്റെ കൂടെ സ്പ്രിംഗ് റോൾ റെസിപ്പിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ റോൾ എന്നും പറയും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 1 കപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാൻ 1 കപ്പിന് വെറും 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ എന്ന് വെച്ചാൽ നല്ല സ്റ്റിഫായി കിട്ടും, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മൈദയും കോൺഫ്ലോറും കൂടെ നന്നായിട്ട് യോജിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് വെള്ളം പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ ലൂസായിപ്പോൾ, അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ചാൽ ഇതാ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് നമുക്ക് പരത്തി കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് വേർപെടുത്തി നമ്മുടെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം, ആ ഒരു രീതി. അപ്പോൾ ഇതുപോലൊരു സിലിക്കോണിൻ്റെ ഓയിൽ ബ്രഷ് എടുത്തിട്ട്, ഇപ്പോൾ ഈ ബ്രഷൊന്നും ഇല്ലാത്ത വീടുകൾ അത്രയും അപൂർവമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ കട്ടയായി കിടക്കും. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇത് നല്ല നൈസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചിലപ്പോൾ തീയുടെ ചെറിയൊരു പ്രശ്നം കൊണ്ടായിരിക്കും അവിടെ ചെറിയ കട്ട പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല നൈസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ സൈഡൊക്കെ മറിച്ചിട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ചൂട് കൊള്ളിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഒരു ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്പൂണ് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും സ്പൂണ് കൊണ്ട് ഒഴിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ചുറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ സ്പൂണ് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ചുറ്റിക്കുമ്പോൾ അവിടെ അങ്ങ് ദോശമാവ് പോലെ അവിടെ സ്റ്റിക്കായി, നമ്മുടെ എത്ര തീ കുറഞ്ഞ പാനായാലും അവിടെ സ്റ്റിക്കായി നമുക്ക് എല്ലാം മൊത്തം പരത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ഇത് ദോശയുടെ കണക്കായിട്ടായിരിക്കും, അത്ര തിക്കില്ലെങ്കിലും ആ ഒരു കണക്കായിട്ടായിരിക്കും നമുക്ക് ഈ ഷീറ്റ് കിട്ടുക. അപ്പോൾ ഇത് കണ്ടോ, നേരത്തെ ഷീറ്റിനേക്കാളും നല്ല കട്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേങ്കിൽ കറക്റ്റ് നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടല്ല ഒരുമിച്ച് കൂട്ടൊഴിച്ചിട്ട് ഇതുപോലെ ആക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറച്ചായിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് കിട്ടാതൊന്നുമില്ല, പക്ഷേ ഒരു ദോശ കണക്കുണ്ട് ഇത്. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ സവാളയും കൂടെ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക, മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഞാനിപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്, സ്മാഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പാടില്ല കേട്ടോ, ഇതുപോലെ തന്നെ വേവിച്ചിട്ടിടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മുളക് പൊടി വേണമെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, കൂട്ട് റെഡി ആയിട്ടുണ്ട് മസാല. ഇനി നമുക്ക് നമ്മുടെ ഓരോ ഷീറ്റും എടുത്തിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ സെൻറ്ററിലോട്ടാക്കി ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാല അങ്ങ് വാരിക്കോരി ഇടണ്ട, ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി. കാരണം കൂടുതലിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പരത്തി കൊടുക്കുകയാണ്. അത് മസാല ഇങ്ങനെ ഉള്ളിൽ നിന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ ഓരോ സൈഡിൽ നിന്നും മടക്കിയിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ മടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മസാലകൾ ആ ഹോളിലേക്കൂടെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ പതിയെ, ഇത് വളരെ നൈസാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മടക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ പുറത്ത് പോകും. മസാല പുറത്ത് പോകുന്നതല്ല, ഹോൾ വന്നു കഴിഞ്ഞാൽ എണ്ണ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ
കൊടുക്കാം. ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൊട്ടിയത് കണ്ട നമ്മുടെ ആ ദോശമാവ് പോലെ കിട്ടിയ ആ കൂട്ടിൻ്റെ ഇതാണ് പൊട്ടിപ്പോയത്. അപ്പോൾ കട്ടി കൂടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ അല്ല, ഒരു സ്റ്റിർ ഫ്രൈയും അല്ല, ഒരു മീഡിയം ടൈപ്പിലുള്ളതാണ്. മുഴുവനായിട്ട് മുക്കിയെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഓൾറെഡി എല്ലാം വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് നന്നായിട്ടൊരു ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് വെജിറ്റബിൾ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടെ ക്രിസ്പിനെസ്സോടുകൂടെ കഴിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഓവർ ചൂടാകുമ്പോൾ നമ്മുടെ വായ പൊള്ളും. അതുകൊണ്ട് പതിയെ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ്. എങ്കിൽ ടേസ്റ്റ് കറക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന്, വീട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അതോടൊപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.